ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളുടെ ഷോൾഡർ ലെങ്ത് 7 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 7.5 ഇഞ്ചാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇൻ്റർഫേസിങ് ഫാബ്രിക്കാണ് വേണ്ടത്. അത് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് അടയാളപ്പെടുത്തുന്നത്. അത് നമുക്കൊരു 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 1.5 ആയാലും മതി, അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമ്മൾ ഒരു 6.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത്. അത് 7 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബോക്സ് പോലെ 6.5 ഇഞ്ച് ആക്കിയിടം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ചാണ് ലെങ്ത് താഴേക്ക് കൊടുക്കുന്നത്. അവിടവും നമ്മളൊരു ബോക്സ് പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് നെക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവിടവും നമ്മളൊന്ന് ഒരു കർവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കൊടുത്തടുത്ത് നിന്ന് നമുക്ക് 1 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വരച്ചെടുത്ത് ഇതുപോലെ നല്ല ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിരിക്കണം. നമുക്കൊന്ന് പിൻ കുത്തി കൊടുക്കാം. ഇവിടെ നമുക്ക് 1 കൊടുക്കാം. ഈ പോയിന്റ് നമ്മൾ 2 എന്നും കൊടുത്തേ. അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് അറിയാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് 2 പീസാണ്. അതാണ് നമ്മൾ 1, 2 എന്ന് ഇട്ട് കൊടുത്തത്. ആ ആദ്യത്തെ ആ ചെറിയ വിട്ടുള്ള പീസ് ഇതുപോലെ നമ്മളൊരു ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ ആ ഫസ്റ്റ് 1 ഇട്ട നെക്കിൻ്റെ പോർഷനാണ് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതിപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്ലോത്തിലേക്ക് ഈ നെക്കിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുകയാണ്. കറക്റ്റ് സെൻറ്റർ എടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് സെൻറ്റർ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം സൈഡ് വഴി ഇങ്ങനെ നമ്മൾ ആ ഇൻ്റർഫേസിങ്ങിൻ്റെ എഡ്ജ് വഴിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. കറക്റ്റ് ആ എഡ്ജ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം ലഭിക്കും. ഇനി നമ്മൾ ഒരല്പം സീം അലവൻസ് ഇടുക. അതായത് ഒരു 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ സീം അലവൻസ് ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ അവിടെ എല്ലാം കോർണറുകളെല്ലാം നല്ല നീറ്റാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ വെച്ച പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, നല്ല വശം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പം ലഭിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നമ്പർ 2 എന്നിട്ട പീസ് എടുക്കുക. എന്നിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ ട്രേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു വ്യത്യാസവും ഇല്ലാതെ ആ 2 സൈഡും ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മളുടെ ആ ക്ലോത്തിൽ തന്നെ ഇതുപോലെ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്ത് ഒന്ന് സ്റ്റിഫാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പീസിൻ്റെ വിഡ്ത്ത് ഒരു 1.5 ഇഞ്ചാണ്. ഇനി നമ്മളൊരു ടെക്നിക്കാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഇത് കണ്ടോ, ഈ 2 എഡ്ജും ഇങ്ങനെ മുട്ടുന്ന രീതിയിൽ നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഇതുപോലത്തെ കുറേ പീസസ് വേണം. അപ്പോൾ ഒരേ വിഡ്ത്തിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പീസിൻ്റെ എല്ലാം വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കും. ഇതുപോലെ നീറ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ കുറച്ചേറെ പീസസ് നമ്മളുടെ ഈ സെയിം ക്ലോത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ട്രേസ് ചെയ്ത പേപ്പറിലേക്ക് ഇതുപോലെ
അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ സൈഡ് ഇങ്ങനെ 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ ഡിഫറൻസ് വെച്ചാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പേപ്പറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. വളരെ നീറ്റായിട്ട് ഒരേ വിഡ്ത്ത് വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇതുപോലെ ഇത്രയും നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി നമ്മളിതാ അടുത്ത മുകൾ ഭാഗത്ത് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നിടത്തേക്ക് നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കണ്ടോ, ഒരെണ്ണത്തിൻ്റെ പകുതിയിലേക്ക് അടുത്തത് കയറ്റി ഇതുപോലെ അവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ യോജിച്ചിരിക്കുന്നത് പോലെയാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് നമ്മളിങ്ങനെ വെച്ചാണ് ഒരു ഹാഫ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പോർഷൻ എല്ലാം വളരെ നീറ്റായിട്ട് സ്ലോ ആയിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു അല്പം സീം അലവൻസ് ഇട്ട് ഇതുപോലെ നീറ്റായിട്ട് 2 വശവും കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ആ തയ്യലിൽ നിന്ന് ഒരല്പം സീം അലവൻസ് ഇട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളുടെ ആ തയ്ച്ച് വെച്ച നെക്ക് പോർഷൻ ഇവിടേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത്, ഇതൊക്കെ നമ്മൾ പിൻ കുത്തി നല്ല നീറ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയേ. നമ്മളിപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബാക്ക് പീസ് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ, ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്താണ് ഇത് കണ്ടോ, ഇതുപോലെ ഈ വശങ്ങൾ തമ്മിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് ഒരേപോലെ ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ബാക്ക് നെക്ക് ഒട്ടും ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് ഇതുപോലെയാണിപ്പം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനോടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ലഭിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു ആ ഭാഗം 1 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത്രയും മാത്രമേ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഇപ്പം നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് മടക്കി ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ലെങ്ത് എടുക്കുകയാണ്. നമുക്കിപ്പോൾ 8 ഇഞ്ച് എന്നാണ് ലഭിച്ചത്. ഇനി നമ്മളൊരു ഇൻ്റർഫേസിങ് ഫാബ്രിക് എടുക്കുക. കറക്റ്റ് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് ആ ലെങ്ത് ഇതുപോലെ കൊടുക്കുക. വിഡ്ത്ത് നമ്മളൊരു 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ക്ലോസ് ആയ സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓപ്പൺ ആയ സൈഡിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ 1 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഏറ്റവും സിമ്പിളായ രീതിയിൽ കോളർ കട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മളൊരു 3/4 ഇഞ്ച് വിഡ്ത്താണ് കൊടുക്കുന്നത്. അത് നമുക്ക് 1 ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 3/4 ഇഞ്ചേ വിഡ്ത്ത് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഭാഗവും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുക. ഒട്ടും സീം അലവൻസ് ഒന്നും നമ്മൾ ഈ ഇൻ്റർഫേസേ കൊടുക്കുന്നില്ല. അതുകൊണ്ട് കറക്റ്റ് അളവാണ്. ഇങ്ങനെ നമ്മൾ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ വരച്ച് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നിപ്പോകാതെ ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പം നമുക്ക് നമ്മളുടെ കോളറ് വളരെ സിമ്പിൾ മെത്തേഡുള്ള ഒരു കോളറാണ്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതൊരു ഫാബ്രിക്കിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഫാബ്രിക് 2 പീസാണ്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ 2 പീസ് വെച്ച് നല്ല സൈഡുകൾ തമ്മിൽ വെച്ച് നമ്മൾ ആ ഇൻ്റർഫേസിൻ്റെ
എഡ്ജ് വഴിയാണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് കറക്റ്റ് എഡ്ജ് വഴിയായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ എപ്പോഴും നമ്മളുടെ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരല്പം വ്യത്യാസം വന്നാൽ നമുക്കത് നീറ്റാകാതെ വരുവേ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇതുപോലെ ഇപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് അതിന് മുന്നായിട്ട് ഇതാ ഈ ഭാഗങ്ങൾ ഇങ്ങനെയൊന്ന് ആ സ്റ്റിച്ച് കട്ട് ചെയ്യാതെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇതാ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണേ. ഇതാ ഇപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതാ ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആ ഫ്രണ്ട് പോർഷനിൽ ഇതാ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ കോളർ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഒരു സൈഡ് ഒരല്പം നമുക്ക് വിട്ട് കൂടുതലാണ് കിടന്നത്. ആ പോർഷൻ നമ്മൾ സീം അലവൻസ് ഒരു സെൻറ്റിമീറ്ററൊക്കെ ഇട്ട് 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതൽ ഒട്ടും ആവാൻ പാടില്ല ഇട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ആ കട്ട് ചെയ്യുന്ന പോർഷൻ എൻ്റെ ഈ ക്ലിപ്പ് മിസ്സായി, അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. ഇതുപോലെ ഒരല്പം മാത്രം ആ ഇൻ്റർഫേസിൽ നിന്ന് ഒരല്പം മാത്രം സീം അലവൻസ് ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഇൻ്റർഫേസിങ് ഉള്ള ഭാഗമാണ് നമ്മളുടെ കോളറിലേക്ക് ഇതുപോലെ നമ്മളുടെ നെക്കിലേക്ക് കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇൻ്റർഫേസിങ് ഉള്ള ഭാഗമാണ് ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് വളരെ സ്ലോ ആയിട്ട് 2 ടൈംസ് ആണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളുടെ കോളർ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനോട് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ആ സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ 2 സൈഡും നല്ല നീറ്റായിട്ടൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഷോൾഡറുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ 2 സൈഡുമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഭാഗം ഇങ്ങനെ നല്ല നീറ്റായിട്ട് ലഭിച്ചു. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ കോളറിൻ്റെ 2 സൈഡിലെയും കോർണറുകൾ വളരെ നീറ്റായിട്ട് ഫിനിഷ് ചെയ്യണമെന്നില്ലേ. ഇനി ഓവർലാപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം വിട്ടിട്ട് ബാക്കി ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഹെമ്മിങ് ആണ് കൊടുക്കുന്നത്. കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മൾ മെഷീനിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് ആ ഇങ്ങനെ വെച്ചിരിക്കുന്ന കോളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഈ നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ മെഷീനിൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പം ഹാൻഡ് സ്റ്റിച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ നെക്ക് ഇവിടെ നല്ല നീറ്റായിട്ട് ലഭിച്ചു. ഇനിയും നമ്മൾ ഇത് കണ്ടോ, ഇവിടം നമ്മളുടെ ബാക്ക് പോർഷൻ ഓവർലാപ്പ് ചെയ്ത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ എന്നിട്ടൊരു 4 ഇഞ്ച് താഴേക്ക് ഓപ്പൺ ഇട്ട് ഇതുപോലെ ഇവിടെ നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോർണറുകൾ നല്ല നീറ്റാക്കി എടുക്കണം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനെ നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കോർണറുകൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന പീസിന് ഒരു 4 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയൺ ചെയ്ത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന പീസിൻ്റെ 3 സൈഡ് നമ്മൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വെച്ച് കൊടുത്ത പീസ് കണ്ടോ നല്ല നീറ്റായിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പീസ് നമ്മളുടെ മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഹാൻഡ് സ്റ്റിച്ച് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളുടെ സിബ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ
സിബ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ പ്രസ് ഫൂട്ട് ഒന്ന് മാറ്റി ഒരു സൈഡിൽ ഒരു ചെറിയ ഹോളുള്ള പ്രസ് ഫൂട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും എടുത്തു കഴിയുമ്പോൾ നല്ല നീറ്റും പെർഫെക്റ്റുമായിട്ട് നമുക്ക് ഇതുപോലെ സിബിൻ്റെ ഭാഗം ലഭിക്കുവേ. അപ്പം ഇത് നമ്മൾ കോളറ് എങ്ങനെയാണ് ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്ക്, അതിലെ ഒരു കോളറ്, അതിൻ്റെ ബാക്കിൽ സിബ്, ഇത്രയും കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഏതൊരു ഫാഷനിലുള്ള കുർത്തീസിലും ഫ്രോക്കിലും അതുപോലെ തന്നെ ബ്ലൗസിലും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.